എടുത്തതാണ് ഫ്രഷ് അത്തിപ്പഴം. നമ്മളിപ്പോൾ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് എത്ര ഇരുന്ന് കണ്ടുപിടിക്കാമല്ലോ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു നവറീൻ ഹാർട്ട്. നമ്മുടെ ഡെൽമ ഐലൻഡ് ടൂറിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നല്ല ഡിലേ ആയിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടിന് ശേഷം നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ടൂറിൻ്റെ സെക്കൻഡ് ഡേ നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി സൈറ്റ് സീയിങ് അങ്ങനത്തുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. രാവിലെ തന്നെ എല്ലാവരും ഫ്രഷായി റെഡി ആയിട്ട് ഇറങ്ങാണ്. ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് ഏരിയാസൊക്കെ ജസ്റ്റ് കാറിൽ തന്നെ ഒന്ന് റൗണ്ട് ചെയ്തു. അതിനുശേഷം നമ്മളൊരു ബീച്ചിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴി ഈ സൈറ്റ് കാണാനായിട്ട് നല്ല രസമായിരുന്നു. ഈ പനന്തോട്ടങ്ങളൊക്കെ ആയിട്ട് കാണാനായിട്ട് നല്ല വ്യൂ ആയിരുന്നു. നമ്മൾ ലാസ്റ്റ് ഒരു ബീച്ചിലാണ് നമ്മൾ ഇറങ്ങിയത്. നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടേഴ്സ്, അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. ഇവിടുത്തെ എല്ലാ ബീച്ചുകളുടെയും സ്പെഷ്യാലിറ്റി അത് തന്നെയാണ്. വിൻമിൽസിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനായിരുന്നു. നമ്മൾ പോയി നല്ല ക്ലൈമറ്റിലും ആയിരുന്നു. ഇപ്പം കാണുന്ന പോലെ തന്നെ നല്ല വ്യൂ ആണ് ഇവിടെ നിന്നുണ്ടായിരുന്നത്. നമ്മൾ കുറേ നേരം അങ്ങനെ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുത്തിട്ട്. ബീച്ചും കുളിക്കാനും ഒക്കെ പറ്റുന്ന സ്ഥലം ഇവിടെ കുളിച്ചാൽ പറ്റും. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് ഇവിടെ. കുളിക്കാനും വെള്ളത്തിലിറങ്ങാനും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ലൊക്കേഷനാണ്. ഇവരിവിടെ ട്രെൻഡിങ് റീൽസിൻ്റെ പറയലാണ്. അങ്ങനെ കുറച്ച് റീൽസും ഷോർട്സും ഒക്കെ എടുക്കുകയാണ് ഇവർ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്പോട്ട് അന്വേഷിച്ച് ഇറങ്ങിയേക്കാണ്. അടുത്ത് നമ്മളെത്തിയത് ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ബീച്ചിലോട്ടാണ്. ഇതാണ് ഞങ്ങളെ ക്യാമറമാൻ, കുത്തിയിരുന്ന് വീഡിയോ ഫോട്ടോ എടുക്കുന്ന ക്യാമറമാൻ. ഇല്ല, അവിടെ കുടിക്കാൻ അറിയാല്ല. ഇറങ്ങുന്ന കുളിക്കാൻ ഇവിടെ നേരത്തെ ബീച്ചിന് വ്യത്യാസമായിട്ട് കുറേ ഷെൽസ്, ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള ഷെൽസും അതേപോലെ ക്രാബിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത്. ഇന്നലെ നൈറ്റ് നമ്മൾ പോയ അതേ ഷോപ്പിൽ തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് അവിടെ അടുത്തുള്ള ഫാംസിലോട്ടായിരുന്നു. ആദ്യമേ തന്നെ നമ്മളൊരു ഫാമിൻ്റെ എൻട്രൻസിൽ തന്നെ മൾബറിയുടെ ഒരു ചെറിയൊരു മരം അതാണ് കണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ കിട്ടാവുന്ന അത്ര മൾബറീസ് എടുക്കുകയാണ്. ഫ്രഷ് അത്തിയാണ്. നമ്മളിവിടെ ഒരു ഫാമിൽ വന്നിട്ട് എടുത്തതാണ് ഫ്രഷ് അത്തിപ്പഴം. നമ്മളിപ്പോൾ പൊളിച്ച് ഇത് നല്ലോണം പഴുപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുക. കൈ നീട്ടണ്ട. ആ പൊളിച്ച് കാണിക്കണ. ആ വാവ്, അല്ല ഇതാണ് ഫ്രഷ് സാധനമാണ്. നമ്മൾ ഇത്രയും ഫ്രഷായിട്ട് പറിച്ച് തിന്നിട്ടില്ല. അല്ലേ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഉണ്ടോ പടച്ചോനെ കാത്തോളി അത്തിപ്പഴം തന്നെയാണോ? ഞങ്ങൾക്ക് അത്തിപ്പഴം അതോന്ന് ഡൗട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 10 മിനിറ്റിന് ശേഷം ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അത്തിപ്പഴം ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ കാണും. ഹായ് ഗൈസ്, നമ്മൾ ഫാമിൽ വരുന്നതായിരിക്കും. കർണാടക നമ്മളവിടെ എല്ലാം മൊത്തം ചുറ്റി നടന്നൊന്ന് കാണുമായിരുന്നു. പലതരം പച്ചക്കറികളും പഴങ്ങളും ഇതെല്ലാം ഉള്ള ഒരു ഫാമായിരുന്നു അത്. നമ്മുടെ നാട്ടിലേക്കൊരു കൃഷിസ്ഥലം പോയി നമ്മൾ കാണുന്ന അതേ ഒരു ഫീലായിരുന്നു. പച്ചപ്പും അതേപോലെ എല്ലാ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇതെല്ലാം കാണുമ്പോഴേക്കും. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പോയത് ഒരു ആനിമൽ ഫാമിലോട്ടായിരുന്നു.
നാരങ്ങ, മാതളം, അങ്ങനെ പലതരം വെറൈറ്റീസ് ഈ ഫാമിലുണ്ടായിരുന്നു. മാതളം അങ്ങനെ പഴുത്തിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ നമ്മളിവിടെ ഒരുപാട് പിടിച്ചു കിടക്കുന്ന കണ്ടത് പാവയ്ക്കായിരുന്നു. കുറേ പാവയ്ക്ക നമുക്ക് അവിടെ നിന്ന് പിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം സവാള കൃഷി ചെയ്യുന്ന ആ ഒരു ഏരിയ ആണ്. ഒരുപാടുണ്ടായിരുന്നു ഇങ്ങനെ. അടിച്ചു മാറ്റാം, അതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് വരികയാണ് വർക്കാ ഫാമിലി. അത് നമ്മൾ കട്ട് ചെയ്യും. വാ, കുഴപ്പമില്ല, വാ അണ്ണം കയറി. ചുമ്മാ ഇനി നമ്മൾ ഗൈഡ് ചേട്ടൻ നമ്മൾ ആനിമൽസിൻ്റെ മെയിൻ ഫാമിലോട്ട് കൊണ്ടുപോവാണ്. അവിടെയാണ് ഈ ഷീപ്പ്, അതേപോലെ ക്യാമൽ, ഗോട്ട് ഇതെല്ലാം ഉള്ളത്. അങ്ങോട്ട് പോവാണ് നമ്മൾ. വിരിയിപ്പിക്കുന്ന മുട്ടയിട്ട് വിരിയിപ്പിക്കും. ലേഡി ലിയാത്തി, കണ്ട ഒരു ദിവസം 28 മുതൽ 30 ആടിനെ മുട്ടയിട്ട് വിരിയിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരിഫോറിലേക്ക് വേണ്ടി. ഏത് മൃഗ ഡോക്ടർ ദാഹിക്കുന്നു. മൃഗ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് തിരിഞ്ഞിക്കുമായിരുന്നു, പെട്ടെന്ന് കിട്ടി. ഞങ്ങൾ ഫാമിലിയാണ്. ഫാമിലിയല്ല, ഫാമിലിയാ. ഞങ്ങൾ ഫാമിലിയാണ്. ഇവിടെ പശുവുണ്ട്, കവുണ്ട്, പിന്നെ ഇവിടെ ഗോട്ടുണ്ട്, പിന്നെ ക്യാമലുണ്ട്, പിന്നെ ഏതാണ്ട് ഒരു ക്യാമലുണ്ട്, പശു. നമുക്ക് നല്ല പഴുത്ത പാവയ്ക്കകളും കിട്ടിയിട്ടുണ്ടായിരുന്നു വിത്ത് പാകാനായിട്ട്. ഇത്രയും പാവയ്ക്ക ഞാൻ കളക്ട് ചെയ്തതാണ്. അല്ലാതെ ഇതുപോലെ തന്നെ എല്ലാവർക്കും ഓരോ പിടി പാവയ്ക്ക നമുക്ക് ആ ഫാമിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഓട് ഓർഡറി. ആ അങ്ങനെ ആനിമൽസിനെയൊക്കെ ഫീഡ് ചെയ്ത് കുട്ടികൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഡയറക്റ്റ് നമുക്ക് ഫാമിൽ പോയി അകത്ത് കയറി ആനിമൽസിനെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. ക്യാമലിനെ, ഗോട്ടിനെ, മാനിനെ, എല്ലാ പല ടൈപ്പ് ആനിമൽസിനെയൊക്കെ. പിന്നെ നമ്മളിവിടെ വെറൈറ്റി ആയിട്ട് കണ്ടത് സെപ്പറേറ്റ് കൂടുകളിൽ അവർ ചീങ്കണ്ണികളെ വളർത്തുന്നുണ്ടായിരുന്നു. ആലിഗേറ്റേഴ്സിന് 2 ചീങ്കണ്ണി വെച്ചിട്ട് ഒരു ചെറിയൊരു കേജ് പോലൊരു സെറ്റപ്പിൽ അവരങ്ങനെ അതിനെ വളർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫാംസ് എല്ലാം വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഷിപ്പിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് മുന്നേ നേരത്തെ തന്നെ അവിടെ എത്തണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് മിസ്സായി പോകും. നമുക്ക് പിന്നെ നെക്സ്റ്റ് ഡേ പോകാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ചുള്ള ഷിപ്പിലുള്ള ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ഷിപ്പിലുണ്ടായിരുന്ന ആ ഒരു 2 മണിക്കൂർ നല്ല വിൻഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു, ചെറിയൊരു മഴക്കോളൊക്കെ ആയിട്ട്. നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു ട്രിപ്പാണ് ഈ ഒരു 2 മണിക്കൂർ ഷിപ്പിൽ അങ്ങോട്ടും അതേപോലെ തിരിച്ചിങ്ങോട്ടുള്ള ഒരു ടൈം. അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ചെത്തി. നമ്മുടെ കാർസ് എല്ലാം തിരിച്ച് കയറാണ്. പിന്നെ അവിടെ അടുത്ത് തന്നെയുള്ള വേറൊരു ലൊക്കേഷൻ കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ ഒരു സ്പോണിന് അടുത്ത് തന്നെയാണ് ഷുവൈഫത്ത് ഐലൻഡ്. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്നുള്ള ഒരു പ്ലാനിലാണ്. അവിടെ 4 വീൽ ഡ്രൈവ് വേണ്ടുന്ന ലൊക്കേഷനാണ്, വല്ലാതെയും പോകാം എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചെറിയൊരു പണി കിട്ടി. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കാറ് പൊതിഞ്ഞു പോയി. പിന്നെ അത് കയറ്റാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം. എല്ലാവരും എടുത്തിട്ടുണ്ട്. ഇപ്പൊ കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ പോയി കുളിക്കാം.
ആ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് ഈ ചിരിച്ചോണ്ട് ചെയ്യാം. പൊട്ടി റോപ്പ് പൊട്ടി. ഏതായാലും അവൻ്റെ കാറ് വലിച്ചേറ്റിയത് കാര്യമായി, ഇല്ലെങ്കിൽ പശുവും പള്ളി പണി കിട്ടിയാണ്. ഷോയിഫ് ആ തായ്ലാൻഡ് എത്തിയിരിക്കുകയാണ്. ബീച്ച് നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ നിങ്ങളൊക്കെ എത്ര ഇരുന്ന് കണ്ടുപിടിക്കാമല്ലോ. അർബാബ് എത്തിയിരിക്കുകയാണ്. അർബാബ് വേലി ചാടിയല്ല, നമ്മള് അവിടെ വേലി കെട്ടി, പക്ഷെ ഇറങ്ങി പോകണം, നല്ല താഴ്ചയുണ്ട്. വേലി ചാടിയല്ല, വേലി ഇവിടം വരെ ഉള്ളൂ. ഇവിടെ കണ്ട ഒരു സ്ലോപ്പ് പോലെ ഇടിച്ചു പൊളിഞ്ഞു കിടക്കുന്നു. അതിലൂടെ നമുക്ക് നടന്നു വണ്ടി ഇവിടെ നമ്മൾ കൊണ്ട് ഒതുക്കി. കുറേ നോക്കിയിട്ടും വണ്ടി ഇറങ്ങാനുള്ള സ്ഥലം നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വണ്ടി സേഫായിട്ടുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് എല്ലാവരും നടന്ന് ഇറങ്ങിയായിരുന്നു ആ ബീച്ചിലോട്ട്. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ബീച്ചായിരുന്നു അത്. ആ ഒരു ക്ലൈമറ്റിൽ ഈവനിങ് ടൈമിൽ വെള്ളത്തിലിറങ്ങാനും കളിക്കാനും എല്ലാം പറ്റിയ നല്ലൊരു ഏരിയ ആണത്. ജോണ്ടി റോഡ്സ് ഇറങ്ങുന്നില്ലേ? നീ എന്നെ വെള്ളം തിരക്കും. ഞാൻ തണുപ്പടിക്കട്ടെ. കേട്ടോ കുഴിയില്ലെന്ന് വിചാരിക്കും. ആഴത്തിലാണ് കേട്ടോ, ആഴത്തിലാണ്. അങ്ങനെ ഫൈനലി ഇതാ സൺസെറ്റ് എല്ലാം കഴിഞ്ഞു. നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ടുള്ള വഴി സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള കണ്ടൻസ് ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.